എടാ എന്റെ ഫെറാരി എവിടെ? എടോ എന്റെ ഫെറാരി എവിടെയെന്ന്? എന്താടാ എടോ താൻ എന്റെ ഫെറാരി എടുത്തായിരുന്നു. ഏത് ഫെറാറി? ഇന്നലെ എന്റെ പെർഫ്യൂം. എടോ എന്റെ പെർഫ്യൂം എവിടെ? താൻ എടുത്തടിച്ച പെർഫ്യൂം എവിടെ? ഞാൻ എടുത്തിട്ടില്ല ഒന്നും. എനിക്ക് വേണ്ട നിന്റെ പെർഫ്യൂം. എന്താ ഇവിടുത്തെ പ്രശ്നം? ചുമ്മാ അവന്റെ പെർഫ്യൂം ഇത് ഇത് കണ്ട, ഇത് മേഘനയുടെ പെർഫ്യൂം. ഇത് ഇന്നലെ എടുത്ത് ഇവൻ അടിക്കാൻ കണ്ടിട്ടാണ് ഞാൻ ഇതിന്റെ മേളിൽ കൊണ്ട് ഇന്നലെ വെച്ചത്. എടാ എന്റെ കയ്യിലുണ്ടായിരുന്ന ഇതുപോലത്തെ മീരയുടെ പെർഫ്യൂം ഇവന്റെ കയ്യിലുണ്ട്. ആരുടെ? മീരയുടെ പെർഫ്യൂം ഇവന്റെ കയ്യില. ഞാൻ എടുത്തിട്ടില്ല പെർഫ്യൂം. എനിക്ക് വേണ്ട നിന്റെ പെർഫ്യൂം. കേട്ടാ, ഞാൻ എടുത്തെങ്കിൽ എടുത്തു പറയും. ഇവൻ അങ്ങനെ പറയണെങ്കിൽ ഇവൻ എടുത്തിട്ടുണ്ടാവും. തുളസിയുടെ മോള് മീരയുടെ കാര്യമാണ് നീ പറയുന്നത്? ആ മീരയുടെ കാര്യം തന്നെ ഞാൻ പറയണത്. എടാ പന്ന വടുക, നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ പറമ്പിൽ കയറി കൃഷി ഇറക്കരുത്. മതി, നിർത്തിക്കോ. ഇനി നിനക്ക് നിന്റെ കൃഷി, എനിക്ക് എന്റെ കൃഷി. നീ എന്താടാ കൃഷി എന്നൊക്കെ പറയണത്? എന്തോ പ്രശ്നമുണ്ട്. ആ പെണ്ണിനെ അയാൾ ഇവിടെ കാണാനില്ല. ഞാനിവിടെ മൊത്തം തപ്പി നോക്കി. പെണ്ണോട് ചക്രമൊക്കെ പോകാൻ പറഞ്ഞത്. ഇത് കണ്ട, ഇതുപോലത്തെ ഒരു പെർഫ്യൂം എന്റെ ഉണ്ടായിരുന്നു. അത് ഇവനെടുത്ത് വെച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഒന്ന് വേഗം ഇറങ്ങുമല്ലേ വെണ്ടി. എടാ சாப்பாடு வாங்க போயிருந்தேன். சாப்பிடுங்க, அமுச்சு விடுறேன். രാവിലെ ഇറങ്ങണമെന്ന് சீக்கிரம் சாப்பிடுங்க, டைம் இல்லை. ഞങ്ങൾ കഴിക്കണമെന്ന്. താങ്ക് യു. உங்களுக்கு നീ ഭയങ്കര തീറ്റയാണല്ലോ, എന്ത് പറ്റി? എന്ത് പറ്റിടാ? வந்துடுறேன். இங்க வேணாம், வெளியே எங்கேயாவது வச்சுக்கலாம். ജോസ് പ്രകാശിന്റെ ഒക്കെ പോലെ വലിയ പാടം മുതലുണ്ടോ? പുളി ചാടാ ചാടില്ല, ചിന്തിക്കുവാണ്. ഇയാൾ എന്തിനാണ് നമ്മളോട് കൊണ്ടുവന്നത്? ஏய், லைஃப்ல எப்பவுமே ஜெயிச்சுக்கிட்டு இருக்க ஒருத்தர் தோத்தா அதோட வலி எப்படி இருக்கும் தெரியுமா? എന്നുവെച്ചാ വളിയ എന്താണ്? நீ மேகனா கிட்ட எடுத்த பெர்ஃப்யூம் பாட்டில் അത് ഞാൻ പിന്നെ എടുത്താ ഇവൻ 200 രൂപയുടെ സാധനം കൊടുക്കാം. மேகனா கிட்ட எடுத்த பெர்ஃப்யூம் பாட்டில் எங்க?
കൊടുക്കടാ. ഇയാള് മൊത്തം എടുക്ക്. ഒന്ന് പറയടാ തടിയാ. ഇതാണ് ഇതൊക്കെയുള്ള എന്റെ കയ്യില്. അയ്യോ, അയ്യോ, അവനെ കൊല്ലില്ലേ? ഏയ്, ഇതാണ് എന്റെ കയ്യിലുള്ളതെന്ന്. அவனுடைய അയ്യോ, சத்துக்களை എന്നെ കൊല്ലല്ലേ? எங்கடா அந்த perfume bottle? എടാ, വേറെ വാങ്ങിച്ചു കൊടുക്കാന്ന് പറയടാ. പൊന്നണ്ണാച്ചി വേറൊന്നും ഇല്ലെന്ന് കയ്യിൽ അതുള്ളൂ. അയ്യോ. എന്റെ കയ്യിൽ ഇല്ലാന്ന് പറഞ്ഞില്ലേ? ഇതാരാ? அமீர் எந்த டீல் என்ன கரெக்டா இருப்பேன் நீ சொன்ன அமௌண்ட கொஞ்சம் கூட நெகோஷியேட் பண்ணாம நான் கொடுத்துட்டேன் ஏன்னா நான் மேன் ஆஃப் வேர்ட் டீல் முடிச்சு கேஷ் வாங்கி போனவன் நீ இப்போ மறுபடியும் பிரச்சனை பண்ண வந்துட்டேனா எனக்கு இன்னும் ஒரு முகம் இருக்கு ஓகே என் டைம் எங்க டைமண்ட் அந்த டைமண்ட் தான் நானும் தெரியும். எங்கடா காசு குடுக்க வேண்டியதா உன் மண்டையில க்ளோசெட் வச்சு ஒடிச்சாங்க. யாரு அவன் எவை அந்த ஓமர குண்டு. இந்த കുണ്ടനോ കുണ്ടനല്ല കുട്ടൻ. എത്ര പ്രാവശ്യം പറയണം? முதல்ல இது முடிக்கட்டும் அப்புறம் நின்னே கெடுத்தோலாம் டைமண்ட் எங்கடா Practice mental மாதிரி பேசக்கூடாது. அப்புறம் இந்த டைமண்ட் எங்க நீ எல்லாம் எனக்கு டேமேஜ் இல்ல എന്റെ ദൈവമേ, ഉമ്മാക്ക് ഭ്രാന്താണ്. എടാ എടാ കുണ്ടാ നീ എല്ലടാ എന്നെ തലക്ക് കടിച്ചത് നിന്നെ വെറുതെ വിടില്ല നിന്നെ വെറുതെ വിടില്ല. ഈ വെടി ഒന്ന് കഴിഞ്ഞു. ഏത് വെടി ഏത് ഈ വെടി Cool. Cool. மேகனா நான் எந்த டீலும் கரெக்டா இருப்பேன் உனக்கு என் மனசுல ஒரு இடம் இருந்தது ஆனா நீ என்ன ஏமாத்தி இனி உன் வாழ்க்கை உன் கையில தான் எனக்கு முக்கியம் எனக்கு முக்கியமே டைமண்ட்ஸ் மட்டும்தான் அதை எப்படி எடுக்கணும்னு எனக்கு நல்லா தெரியும் குட் பை പറഞ്ഞ എല്ലാ ഡയലോഗും കറക്റ്റ് ആയിരുന്നു.
உண்ணாமே என்ன யோசிக்கிற பேப்டிஸ்ட் கொடுத்த அந்த பணத்தோட பெட்டி எங்கே போச்சுன்னு யோசிக்கிறீங்களா? சார் சிகரெட் இருக்கா? தேங்க்யூ சார். நம்ம 2 பேர் ஒரு டீலுக்கு வருவோமா? ஆ? டைமண்ட் கொடுக்கற மாதிரி கொடுத்துட்டு அந்த பொண்ணை வச்சு திருடிட்டியே. நீ எல்லாம் ஒரு ஆம்பளடா. பேப்டிஸ்ட், உண்மை என்னன்னு தெரியாம பேசாத. ஏன் டைமண்ட் எங்கே? யோ, சும்மா சும்மா சொன்னதே சொல்லிக்கிட்டு இருக்காத. மனசுல என்ன உனக்கு பெரிய காந்திஜியா நினைப்பா? கரன்சி நோட்ல உன் போட்டோ பிரிண்ட் பண்ணி கொடுக்குற பெரிய ஃபாதர் ஆஃப் த நேஷன் நினைப்பு. யோ, ஏன் டைமண்ட் எங்கேயா? தெரியலையா? நானும் தேடிட்டு இருக்கேன். டைமண்ட் எங்க? നിങ്ങളൊന്നും എന്നെ വിട്ട് പോവില്ല അല്ലേ? ഇതെന്തു വർത്താനാടോ ഉമ്മ? നിന്നെ കാണാനല്ല ഞങ്ങൾ ഇത്രയും ദൂരം കഷ്ടപ്പെട്ട് വന്നത്. സന്തോഷം. പിന്നെ മിസ്റ്റർ ഓമന, ഇനി എന്താണ് താങ്കളുടെ പ്ലാൻ? ഓ, ഇത്രയും കഴിഞ്ഞല്ലേ, ഇനി ഒന്ന് വെച്ച് ഇല്ലാണ്. പക്ഷെ ഉണ്ടെങ്കിൽ ഇവന്മാർ ഇത്രയും ദേഷ്യപ്പെടേണ്ട ആവശ്യമുണ്ടോ? തോക്കൊക്കെ എടുത്ത് പേടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? വെറുതെ ഒരു പെർഫ്യൂം ബോട്ടിലിന് വേണ്ടി എങ്കേടാ എന്നൊക്കെ പറഞ്ഞ് ഒരു പെർഫ്യൂമിന് വേണ്ടി എന്താടാ ഇത്? അതെന്താണെന്നറിയോ, ഈ ലോകത്തിൽ ഈ പെർഫ്യൂം ഭ്രാന്തനായിട്ട് നീ മാത്രമേ ഉള്ളൂ എന്ന് ഞങ്ങൾ വിചാരിച്ചു. ഇപ്പൊ മനസ്സിലായി വേറെയും ഭ്രാന്തന്മാരുണ്ടെന്ന്. പോടാ. നീ ചിരിക്കണ്ട, വണ്ടി ഗോവയിലേക്ക് വിട്.